ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ജീസസ് വോയിസ് മെസ്സേജ് എന്ന ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സദൃശവാക്യങ്ങൾ അധ്യായം 21 വാക്യം 13. എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കുകയില്ല. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സദൃശവാക്യങ്ങൾ 21 അധ്യായം 13 വാക്യത്തിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ നാം ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം പരിശുദ്ധാത്മാവ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവിൻ്റെ കരങ്ങളിലൂടെ രചിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ നാം എന്ത് ചെയ്യണം? ഇവിടെ വളരെ വ്യക്തമായി വചനം പറയുന്നു, മറ്റുള്ളവരുടെ നിലവിളിക്ക് ചെവി പൊത്തി കളയാതിരിക്കുക, മറ്റുള്ളവരുടെ സഹായ അപേക്ഷയ്ക്ക് ഉത്തരം നൽകാതിരിക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹായം ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുകയില്ല എന്നാണ് ഈ വചനത്തിൽ നാം കാണുന്നത്. ഇതിന് ഒരു ഉദാഹരണം നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഒരു ധനവാനായ മനുഷ്യൻ, ആ മനുഷ്യന് എല്ലാ സൗഭാഗ്യവും ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ വീട്ടുപടിവാതിൽക്കൽ ഒരു ദരിദ്രനായ മനുഷ്യൻ കിടന്നിരുന്നു. ലാസർ എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര്. അവൻ രോഗിയായിരുന്നു. അവൻ്റെ ശരീരത്തിലെ പരുക്കുകൾ നായ്ക്കൾ വന്ന് നക്കുന്ന അതിഹീനമായ നിസ്സഹായ അവസ്ഥയിലായിരുന്നു ലാസർ. അവന് ചികിത്സയ്ക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യുവാനോ അവന് ആഹാരത്തിനുള്ള വക നൽകുവാനോ ഈ ധനവാനായ മനുഷ്യൻ മുതിർന്നില്ല. രണ്ടുപേരും മരണപ്പെട്ട് ധനവാൻ നരകത്തിലേക്കും ലാസർ സ്വർഗത്തിലേക്കും പോയി. അതിനുശേഷം സംഭവിച്ചത് അവിടെ എഴുതിയിരിക്കുന്നത് ധനവാന്റെ നിലവിളിയാണ്. ധനവാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഈ തീജ്വാലയിൽ കിടന്ന് നരകിക്കുന്നു, എന്നെ സഹായിക്കുവാൻ ആ സ്വർഗത്തിൽ സന്തോഷിക്കുന്ന ലാസറിനെ ഇങ്ങോട്ട് അയച്ചാലുമെന്ന്. എന്നാൽ ആ പ്രാർത്ഥന നിരസിക്കപ്പെട്ടു. ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ആ പ്രാർത്ഥന കേട്ട് ധനവാനെ സഹായിക്കുവാൻ ലാസറിനെ അയച്ചതുമില്ല. ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥന എന്ന് പറയാം. എന്തുകൊണ്ടാണ് ധനവാന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരുന്നത്? അതെ, അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അവന് സഹായം ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും എളിയവൻ്റെ നിലവിളിക്ക് അവൻ ചെവി പൊത്തിക്കളയുകയായിരുന്നു. എളിയവൻ്റെ നേരെ അവരുടെ അപേക്ഷയ്ക്ക് ചെവി അടച്ചു കളയുകയായിരുന്നു. അവരെ സഹായിക്കുവാൻ, അവരെ കേൾക്കുവാൻ, അവർക്കാവശ്യമായ ആഹാരം നൽകുവാൻ, രോഗത്തിന് ആവശ്യമായ ചികിത്സ നൽകുവാൻ, ഈ ധനവാന് കഴിയുമായിരുന്ന നന്മ ചെയ്യുവാൻ അവൻ മുതിർന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ ധനവാൻ നിലവിളിക്കുകയാണ്, എന്നെ സഹായിക്കുവാൻ ലാസറിനെ അയച്ചാലുമെന്ന്. ആരാണോ അവനെ അതെ
കഷ്ടതയിൽ സഹായിക്കേണ്ടിയിരുന്നത് ആ ലാസറിനെ ആരാണോ സഹായിക്കേണ്ടിയിരുന്നത്, ആ ധനവാൻ, അപ്പോൾ അവന് സഹായം ചെയ്യാതിരുന്നത് കൊണ്ട് ഇപ്പോൾ ആ മനുഷ്യൻ തന്നെ ഈ ലാസറിനെ സഹായത്തിനായി അപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥ, മനുഷ്യൻ്റെ അവസ്ഥ ഇതുതന്നെയാണ്. ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്താൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കും. ആമേൻ, ആമേൻ.